ഹലോ വെൽക്കം ടു അവർ ട്രാവൽ ആൻഡ് ഫുഡ് ഡയറീസ്. ഇന്ന് നമ്മൾ ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്ക് ഇവിടെ അവധിയാണ്, അപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 ദിവസം ഒന്ന് റിലാക്സ് ചെയ്യണം, നല്ല ഫുഡ് കഴിക്കണം, നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യണം, ഇതൊക്കെ തന്നെയാണ് പ്ലാൻ. നമ്മൾ രാവിലെ 4:30 തന്നെ തൃശ്ശൂരിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഓൺ ദ വേ ഒരു 7:30 ആവുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നിർത്തണം. നമ്മൾ ഹോട്ടൽ ശ്രീ സരവണ ഭവൻ ക്ലാസിക് എന്ന റെസ്റ്റോറൻറ്റിലാണ് നിർത്തിയത്. ഇവിടുന്ന് നമ്മൾ ഗീ റോസ്റ്റ്, മസാല ദോശ, പൂരി മസാല, ഉഴുന്നുവട ഇതൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. പിന്നെ കൂട്ടത്തിൽ ഫിൽറ്റർ കോഫിയും മസ്റ്റാണ്. ഹൈവേ കൂടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ഒരു സംഭവം ഇടയ്ക്കിടയ്ക്ക് കാണാം. ഇതെന്താണെന്ന് മനസ്സിലായോ? വിൻഡ് മിൽസിൻ്റെ ബ്ലേഡ്സ് ആണ്. ഇങ്ങനെ അടുത്തുനിന്ന് കാണുമ്പോഴാണ് ഇത്രയും വലുതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് ഡ്രൈവ് പോകുന്നത്. അത് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. സ്ലൈഡ് ലെഫ്റ്റ്. നമ്മൾ പതുക്കെ ബാംഗ്ലൂർ സിറ്റിയിലോട്ട് കടക്കുകയാണ്. ദാ മെട്രോ പോകുന്നത് കാണാം. സ്ലോലി ട്രാഫിക്കും സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മളൊരു Airbnb ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെക്ക് ഇൻ ചെയ്യുന്നതിനൊക്കെ മുന്നേ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കോരമംഗലയിൽ വന്നേക്കുവാണ്. കോരമംഗലയിലെ സുൽത്താൻ ഓഫ് സ്പൈസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ സൂപ്പും ബിരിയാണിയും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫൈനലി നമ്മൾ Airbnbയിൽ ചെക്ക് ഇൻ ചെയ്യാൻ വന്നിരിക്കുവാണ്. സെൻട്രൽ ബാംഗ്ലൂരിലുള്ള ഹച്ചിൻസ് റോഡിലാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. അപ്പോൾ 2 ദിവസം ഇതായിരിക്കും നമ്മുടെ വീട്. സെൽഫ് ചെക്കിനാണ്. ഇതിൻ്റെ ഓണർ നമുക്ക് പാസ് കീ ഒക്കെ മുന്നേ തന്നെ വാട്സാപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓപ്പൺ ചെയ്ത് കയറാം. ഇതൊരു 2 BHK അപ്പാർട്ട്മെൻ്റ് ആണ്. നമുക്കിതിലെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ചെറിയൊരു ഫോയറാണ്. കടന്നു വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ഷൂ റാക്ക് കാണാം. പിന്നെ ഇവിടുന്ന് നേരെ കിടക്കുന്നത് ലിവിങ് റൂമിലോട്ടാണ്. ഇവിടെ സോഫ സെറ്റും TV ഒക്കെ ഉണ്ട്. ലിവിങ് റൂമിൽ നിന്ന് നേരെ കിടക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിലോട്ടാണ്. ഇവിടെ ഒരു വർക്ക് ഡെസ്ക് കാണാം, ഡ്രസ്സിംഗ് റൂമുണ്ട്, കബോർഡ്സ് ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇവിടെ ഒരു കോമൺ വാഷ്റൂം ഉണ്ട്. ഇവിടാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ഇവിടെ അയൺ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. മറ്റ് ബെഡ്റൂമിനെ പോലെ തന്നെ കബോർഡ്സ് ഉണ്ട്. പിന്നെ അതുപോലെ 2 ബെഡ്റൂംസും എയർ കണ്ടീഷൻഡ് ആണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. അതിൻ്റെ പിന്നിലായിട്ട് ഒരു ബാൽക്കണി ഉണ്ട്. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ഇവിടെ സ്റ്റൗ, കോഫി മേക്കർ, മൈക്രോവേവ് അവൻ, വാട്ടർ പ്യൂരിഫയർ, ഫ്രിഡ്ജ് ഇതൊക്കെ ഉണ്ട്. ചെറിയ രീതിയിൽ കുക്കിംഗ് ഒക്കെ നമുക്ക് നടത്താം. ഗ്രോസറീസ് നമ്മൾ വാങ്ങിക്കേണ്ടി വരും. കിച്ചനോട് ചേർന്നിട്ടൊരു ബാൽക്കണി ഉണ്ട്. അവിടെയാണ് വാഷിംഗ് മെഷീനൊക്കെ ഇട്ടിരിക്കുന്നത്. ഫീലിംഗ് ജസ്റ്റ് ലൈക്ക് ഹോം. ഈവനിങ് നമ്മൾ പുറത്ത് പോകുന്നുണ്ട്, അപ്പോൾ അതിനുവേണ്ടി റെഡി ആകണം. ഇത് പക്ക ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇതിനടുത്ത് നമുക്ക് കുറേ കൺവീനിയൻസ് സ്റ്റോഴ്സും മെഡിക്കൽ സ്റ്റോഴ്സും പിന്നെ അതുപോലെ ടീ ഷോപ്സും ഒക്കെ ഉണ്ട്. വി ആർ റെഡി ടു എക്സ്പ്ലോർ ബംഗളൂരു. നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ട്രാഫിക്കിൽ ഡ്രൈവ് ചെയ്യാന്ന് വെച്ചാൽ അത്ര ഈസി അല്ല. അപ്പോൾ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് പോയി വരണമെങ്കിൽ ഊബറാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇന്ന് രാത്രി ബ്രിഗേഡ് റോഡ് സ്പെൻഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. നെക്സ്റ്റ് നമ്മൾ ഈ കാണുന്ന കഫേയിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു.
നമ്മളിവിടുന്ന് കുറച്ച് പേസ്ട്രീസും കുക്കീസും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് ടേസ്റ്റ്. ഒരു ഡിസ്ക്ലെയിമർ ആദ്യം തന്നെ പറയാം, ബാംഗ്ലൂരിലെ കാഴ്ചകളെക്കാളും അധികം ഈ ഒരു വ്ളോഗിലുണ്ടാവുക നമ്മൾ ബാംഗ്ലൂർ വന്ന് എന്തൊക്കെ കഴിച്ചു എന്നുള്ളതാണ്. ഞങ്ങളിവിടുന്ന് ക്ലാസിക് ടിറാമിസു, ബെൽജിയം ചോക്ലേറ്റ് ട്രഫിൾ, ചോക്ലേറ്റ് ഗനാഷ് ടാർട്ട് ആൻഡ് ചോക്ലേറ്റ് കുക്കീസാണ് ഓർഡർ ചെയ്തത്. എല്ലാത്തിനും അടിപൊളി ടേസ്റ്റും ക്വാളിറ്റിയും ആയിരുന്നു. അതിൻ്റെ പ്രൈസ് ഇതാ ഇവിടെ ബില്ലിൽ കാണാം. പിന്നെ ഞങ്ങൾ ബ്രിഗേഡ് റോഡും ചർച്ച് സ്ട്രീറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ഞങ്ങൾ UB സിറ്റി മാളിൽ വന്നു. ഇവിടെയും കുറച്ച് വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. പിന്നെ നമ്മൾ ബ്രിഗേഡ് റോഡിലുള്ള ടോക്ക എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലോട്ട് വന്നു. ഇവിടെ റൂഫ് ടോപ്പ് ഡൈനിങ് ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്തത്. നമ്മളിവിടുന്ന് 2 സ്റ്റാർട്ടേഴ്സും ജ്യൂസൊക്കെ ട്രൈ ചെയ്തു. ഡിന്നർ നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു കേരള റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങി ഫ്ലാറ്റിലോട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ കേരള റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഡിന്നർ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എൻഷെഫിൽ നിന്നും ഒരു ആവോലി പൊള്ളിച്ചതും പിന്നെ ചിക്കൻ മന്തി റൈസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രൈസിങ് നമുക്ക് നാട്ടിലേക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു പ്രൈസിങ് തന്നെ വരുന്നുള്ളൂ. ഫിഷ് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു, ഒരു നാടൻ ഫ്ലേവർ. ഇന്ന് സെക്കൻഡ് ഡേ ഇൻ ബാംഗ്ലൂരാണ്. നമ്മൾ ഇന്നലെ രാത്രി എയർബിഎൻബിയിൽ എത്തിയപ്പോൾ വളരെ ലേറ്റായി പോയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോഴും അതുപോലെ ലേറ്റായി. ഡേ നമുക്കൊരു ബ്ലാക്ക് ടീ കുടിച്ച് സ്റ്റാർട്ട് ചെയ്താലോ? ചായ കുടിച്ചു കഴിഞ്ഞ് വേഗം തന്നെ ഒന്ന് ഫ്രഷ് ആവണം. ഇനി നമ്മൾ ഫീനിക്സ് മോൾ ഓഫ് ഏഷ്യയിലോട്ട് പോവുകയാണ്. ഫീനിക്സ് മോളിലെത്തി ആദ്യം തന്നെ നമ്മൾ ഫുഡ് കോർട്ടിലോട്ടാണ് വന്നത്. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കൗണ്ടറിലാണ് നമ്മൾ വന്നത്. IDC കിച്ചൺ, അതായത് ഇഡ്ഡലി ദോശ കോഫി കിച്ചൺ. നമ്മളിവിടുന്ന് ഗീ തട്ട് ഇഡ്ഡലി, പിന്നെ കേർഡ് വട, ചൗ ബാത്ത് ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ട്രൈ ചെയ്തത് തൈര് വടയാണ്. ഓ മൈ ഗോഡ്, ഇതിൻ്റെ ടേസ്റ്റ് പറയാനില്ല. എൻ്റെ ലൈഫിൽ ഇത്രയും നല്ലൊരു തൈര് വട ഞാൻ വേറെ കഴിച്ചിട്ടില്ല. ഞാൻ കുട്ടികളെ കൺവിൻസ് ചെയ്യായിരുന്നു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാനായിട്ട്.
നെക്സ്റ്റ് ഞാൻ ഗീ പൊടി തട്ട ഇഡ്ഡലി ട്രൈ ചെയ്തു. ദാറ്റ് വാസ് ഓൾസോ വെരി യമ്മി. നെക്സ്റ്റ് ട്രൈ ചെയ്തത് ചോച്ചോ ബാത്താണ്. അതിൽ ഒരു പോർഷൻ ഉപ്മ, മറ്റൊരു പോർഷൻ റവ കേസരി ആയിട്ടാണ് വരുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു ഹോം ഫർണിഷിംഗ് സ്റ്റോറിൽ കയറി. എല്ലാ പീസസും എസ്തറ്റിക് ആയിരുന്നു. മാഗ്നോളിയ ബേക്കറി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബേക്കറിയാണ്. ഇവിടുത്തെ ഐറ്റംസ് എല്ലാം യുണീക്ക് ആൻഡ് ടേസ്റ്റിയാണ്. ഇവിടെയൊക്കെ കറങ്ങിയതിന് ശേഷം നമ്മൾ തിരിച്ചു പോകുകയാണ് എയർബിഎൻബിയിലോട്ട്. ലഞ്ച് നമുക്ക് സ്വിഗ്ഗി ഓർ സൊമാറ്റോ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ലഞ്ചിന് നമ്മൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മേഘ്ന ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ട്രൈ ഇറ്റ്. മേഘ്ന ബിരിയാണി ബേസിക്കലി ഒരു ഹൈദരാബാദി ബിരിയാണിയാണ്. അപ്പോൾ നമുക്കിതിൽ എങ്ങനെയാണ് പാക്കിംഗ് വന്നിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഒരു പാക്കിൽ ഇവർ വെച്ചിരിക്കുന്നത് ബിരിയാണി ഗ്രേവിയാണ്. 2 ടൈപ്പ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മേഘ്ന സ്പെഷ്യൽ ബോൺലെസ് ചിക്കൻ ബിരിയാണിയും പിന്നെ അതുപോലെ നോർമൽ ചിക്കൻ ബിരിയാണിയും. അപ്പോൾ ബോൺലെസ് ചിക്കൻ പീസസ് ആണ് ആ പാക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ബിരിയാണി ഗ്രേവി തന്നെയാണ്. പിന്നെ അവർ പാക്കറ്റിൽ റൈത്ത വെച്ചിട്ടുണ്ട്. ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. ഇത് നോർമൽ ചിക്കൻ ബിരിയാണി, റൈസും പീസസൊക്കെ ഒരുമിച്ചാണ്. ഇത് ബോൺലെസ് ചിക്കൻ്റെ പീസസ് മാത്രം, റൈസ് സെപ്പറേറ്റ്. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മേഘ്ന ബിരിയാണി ബാംഗ്ലൂർ വന്നാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. രാത്രിയായപ്പോൾ വീണ്ടും ഞങ്ങൾ പുറത്ത് വന്നു. ഇപ്പോൾ വന്നിരിക്കുന്നത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ടാണ്. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് എയർബിഎൻബിയിലോട്ട് പോവുകയാണ്. നാളെ നമ്മൾ ബാംഗ്ലൂർ സിറ്റിനോട് വിട പറയും. നമ്മൾ രാവിലെ 10 മണിക്ക് ശേഷം ചെക്കൗട്ട് ചെയ്തു. ഇനി നേരെ നാട്ടിലോട്ട് പോവുകയാണ്. ഇൻ ബിറ്റ്വീൻ ലഞ്ചിന് വേണ്ടി ഇറങ്ങണം. അപ്പോൾ സേലത്ത് ഇറങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ സേലം ഹൈവേയിൽ തന്നെയുള്ള സെൽവി മെസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് ലഞ്ച് കഴിക്കാൻ ഇറങ്ങിയത്. നല്ല റിവ്യൂ ഉള്ളൊരു റെസ്റ്റോറൻറ്റാണ്. നല്ല തിരക്കുള്ള സമയമാണ്. 5 മിനിറ്റ് വെയിറ്റിങ്ങിന് ശേഷമാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. നമ്മൾ ഇവിടുന്ന് ഇവരുടെ സ്പെഷ്യൽസ് ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി, വഞ്ചാരം ഫിഷ് ഫ്രൈ, പിന്നെ ചിക്കൻ 65 കൂടിയാണ് ഓർഡർ ചെയ്തത്. റെസ്റ്റോറൻറ്റിൻ്റെ പുറത്ത് ഇവരുടെ തന്നെ ഒരു സ്വീറ്റ്സിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങി യാത്ര കണ്ടിന്യൂ ചെയ്തു. ഒരു ഷോർട്ട് ട്രിപ്പാണെങ്കിൽ കൂടെ ഞങ്ങളിത് കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്തു. ഓഫീസ്, സ്കൂൾ, ഡെയിലി റുട്ടീൻ ഇതിൽ നിന്നൊക്കെ മാറി മനസ്സിനൊന്ന് റിഫ്രഷ് ആക്കി. വെയിറ്റിംഗ് ഫോർ അവർ നെക്സ്റ്റ് ട്രിപ്പ്. അൻറ്റിൽ ദെൻ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.